ഹലോ സുഹൃത്തുക്കളെ, നമ്മളൊരു പുതിയൊരു സംരംഭം തുടങ്ങിയാണ്. ഒരു വർഷമായി ഇതിൻ്റെ നടപടികളുമായിട്ടൊക്കെ മുന്നോട്ട് പോയിട്ട് ഇത് ബോഗൺവില്ല, ഹൈബ്രിഡ് ബോഗൺവില്ല, അത് ഗ്രാഫ്റ്റിങ്ങും അതിൻ്റെ സെയിലും ഒക്കെ ആയിട്ടാണ്. നമുക്കിപ്പം 94 ഇനങ്ങളുണ്ട്. അതിലേതാണ്ടൊരു 30-35 ഇനങ്ങളോളം വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഒരു ഡിസംബർ ആദ്യവാരത്തോടു കൂടി ഇത് സെയിൽ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ മൾട്ടി കളറുണ്ട്, 2 കളർ തൊട്ട് 7 കളർ വരെ ഉള്ള മൾട്ടി കളർ. 7 കളർ എന്ന് പറഞ്ഞാൽ 7 വെറൈറ്റി, 2 വെറൈറ്റി തൊട്ട് 7 വെറൈറ്റി വരെ ഉള്ള ബോഗൺവില്ലകളുണ്ട്. നാടൻ റൂട്ട് സ്റ്റോക്ക് ചെയ്തത് വലിയ അത്യാവശ്യം വലിയ ഒരു 6 ഇഞ്ച് വരെ, ഏതാണ്ടൊരു 1.5 ഇഞ്ച് തൊട്ട് 6 ഇഞ്ച് വരെയുള്ള നാടൻ റൂട്ട് സ്റ്റോക്ക് ചെയ്തതാണ് ഉള്ളത് ചെയ്തേക്കുന്നത്. പിന്നെ എല്ലാം നമുക്ക് മൊത്തം 94 ഇനങ്ങളുണ്ട്. 94 ഹൈബ്രിഡ് ഇനങ്ങളുണ്ട്. അത്യാവശ്യം ലാസ്റ്റ് ഇറങ്ങിയ മിക്കവാറും ഉള്ള ഇനങ്ങളെല്ലാം ഉണ്ട് നമ്മുടെ കൈവശം. പിന്നെ ഇതൊരു ക്രൈസും ഒരു പാഷനും ആണ്. അങ്ങനെയാണ് ഇത് ചെയ്യണമെന്ന് വിചാരിച്ച് എല്ലാവരുടെയും ഒരു അനുഗ്രഹവും ഉണ്ടാകണം. പിന്നെ വീഡിയോ ഒക്കെ നമ്മൾ മൊത്തം കാണിക്കാം. വീഡിയോ എടുക്കാൻ വലിയ വശങ്ങളൊന്നുമില്ല, എന്നാലും കുറേശ്ശെ നമ്മൾ ഒക്കുന്നതിൻ്റെ കൂട്ടൊക്കെ വീഡിയോ കാണിച്ചിരിക്കും. മൊത്തം നമ്മളിതൊരു 20 സെൻറ്റിനകത്ത് ഇത് ചെയ്തിട്ടുണ്ട്. അതിലൊരു 900 സ്ക്വയർ ഫീറ്റോളം പോളി ഹൗസ് ചെയ്തിട്ടുണ്ട്. അതിന് കൃഷി ഓഫീസിൽ നിന്നൊക്കെ നമുക്ക് കൃഷി ഓഫീസർ കണ്ട് ഇഷ്ടപ്പെട്ട് നമുക്കൊരു ചെറിയ സഹായമൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യാണ്. 900 സ്ക്വയർ ഫീറ്റാണ് ഈ ഷെഡ് ഉള്ളത്. മൊത്തം ഒരു 20 സെൻറ്റിനകത്തുണ്ട്. ഇത് ഈ കൂടാരം പോലെ നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റ് അടിച്ചിട്ടേക്കുന്നത്. ഇത് നാടൻ ബോഗൺവില്ലയിലെ ചെറിയ കമ്പുകൾ ഏതാണ്ടൊരു 1550ഓളം 3 ഹൗസുണ്ട്. അതിനകത്ത് 3 പോളി ഹൗസുകളുണ്ട്. അതിനകത്തൊരു 1500ഓളം 1550 കമ്പുകളോളം നട്ടുള്ളത്. അതെല്ലാം കിളിച്ച് വന്നിട്ടുണ്ട്. അത് മേളിൽ കൂടെ കാണാതെ. ഇനി നമ്മളൊരു കഴിഞ്ഞ 5-ാം തീയതി കഴിഞ്ഞ് ഇപ്പം 1 മാസം കഴിഞ്ഞു. ഇനി അടുത്ത ഒരു 5-ാം തീയതി 2 മാസം ആകുമ്പോഴത്തേനെല്ലാം മാറ്റി ഇതിനകത്ത് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്തേക്ക്. നാടൻ റൂട്ട് സ്റ്റോക്കാണ്. നാടൻ റൂട്ട് സ്റ്റോക്കാണ് ഇത്. ഇതെല്ലാം കിളിച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അത് ഇനിയും ഗ്രാഫ്റ്റ് ചെയ്യണം. നമുക്കെല്ലാം കൂടെ ഒരു 2000-2200ഓളം റൂട്ട് സ്റ്റോക്കുകൾ ഉണ്ട് ചെയ്യാനായിട്ട്. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തൊരു പുതിയല്ല, എല്ലാവരും ചിലയിടത്തൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് നമ്മളൊരു ഇതിങ്ങനെ കെട്ടി വെച്ചിട്ട്, ഇത് ചൈരിച്ചോറും മണ്ണും കൂടെ കെട്ടി വെച്ചിട്ട് 34 ദിവസമായി. 34 ദിവസം കഴിഞ്ഞപ്പോൾ നാടോ വേരെല്ലാം വെളി വന്നു. ഇത് ചെറിയ ഹോളിട്ടിട്ട് ചൈരിച്ചോറും മണ്ണും ഇട്ട് കളിച്ചത് 34 ദിവസമായി. 34 ദിവസം കൊണ്ട് ഈ വേരെല്ലാം വെളി വന്നു. നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുകയാണ്. ഇത് നമ്മളിങ്ങനെ ചെയ്ത് നോക്കിയതാണ്. അതിനകത്ത് നമ്മൾ കണ്ട ഈ തൊലിയുടെ അകത്തായിട്ട് 3 ഗ്രാഫ്റ്റ് വെച്ചിട്ടുണ്ട്. അതിൽ ഗ്രാഫ്റ്റിലെ ഏതാണ്ട് 2 ഗ്രാഫ്റ്റും കിളിച്ചിട്ടുണ്ട്. ഇത് 34 ദിവസമായ ഒരു റൂട്ട് സ്റ്റോക്കാണ്. ഇതിങ്ങനെയാണ് ചെയ്തേക്കുന്നത്. മണ്ണിലല്ലാതെ നട്ടിട്ടില്ല, ഇങ്ങനെയാണ് ഇത് ചെയ്തിട്ട്. ഇനി നമുക്കിത് ചട്ടിക്കകത്ത് വേണേ ആക്കാം. ഇത് 1 വർഷം പ്രായമായ പ്ലാന്റാണ്. ഇത് അഡർനെയിം സൺറൈസ് വൈറ്റ്. ഇത് ഒരു പ്ലാന്റ്. ഇതിനകത്ത് കൊണ്ട് 4 കളർ: സൂഫിയ ഇന്ത്യാന, സിംഗപ്പൂർ പിങ്ക്, ചില്ലി ഐസ്ക്രീം, ഡോക്ടർ റാവു ഓറഞ്ച്. 4 കളറുണ്ട് ഇതിനകത്ത്. അടർന, ചില്ലി റെഡ്, സിംഗപ്പൂർ പിങ്ക്, സൺറൈസ് വൈറ്റ്. ഇതിനകത്ത് മിക്കവാറും എല്ലാം തന്നെ പൂ വിരിഞ്ഞ് ഇനി 1-2 കൂടെ വിരിയാറുണ്ട്. 4 കളറുണ്ട്: ഫയർ ഓപ്പാൽ, ഫ്ലെയിം റെഡ്, സൂഫിയ ഇന്ത്യാന, സൺറൈസ് വൈറ്റ്. ഇത് നാടൻ റൂട്ട് സ്റ്റോക്ക് ഗ്രാഫ്റ്റ് ചെയ്തേക്കണം. ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നത്. സൺറൈസ് വൈറ്റ്, സിംഗപ്പൂർ പിങ്ക്, ഫ്ലെയിം റെഡ്, സൺറൈസ് ലാവണ്ടർ, റൂബി റെഡ്, ഫയർ ഓപ്പാൽ, അടർന. ഇത് 7 പ്ലാന്റുകൾ നല്ല നാടൻ റൂട്ട് സ്റ്റോക്ക് ചെയ്തേക്കുന്ന പ്ലാന്റ്. മൊണാലിസ യെല്ലോ. ഇതൊരു മൾട്ടി കളറാണ്. ഫ്ലെയിം റെഡ്, മഹാറാണി. ഇതിനകത്ത് ഫ്ലെയിം റെഡ് പൂത്തിട്ടുണ്ട്. ഇത് മൾട്ടി കളറാണ്. ഐസ്ക്രീമി പ്ലാന്റ്. ഇത് ആദ്യമേ പൂ വരുമ്പോൾ ഇത് വൈറ്റ് കളറായിരിക്കും, പിന്നെ പിങ്ക് കളറിലോട്ട് മാറും. ഇത് തായ്ലൻഡ് പ്രിൻസസ്. ഇത് മൾട്ടി കളറാണ്. സൺറൈസ് വൈറ്റും ഫയർ ഓപ്പാലും.
ജുവൽ പീച്ച്. ഇത് പിങ്ക് അലോറ. ഇത് മൃണാൾസൽ, നല്ല ബ്ലൂമിംഗ് ഉള്ള ഒരിനമാണ്. ഇത് ലേഡി ഹഡ്സൺ. ഇത് ഫോക്സ് ടെയിൽ യെല്ലോ. ഇത് ഗ്രീൻ ആപ്പിൾ. ഇത് ചില്ലി യെല്ലോ.